നമസ്കാരം. എൻ്റെ പേര് ജ്യോതിചന്ദ്രൻ എന്നാണ്. ഞാൻ ചിത്രകലാ അധ്യാപകനായിരുന്നു കുറേ കാലം. റിട്ടയർ ആയതിനു ശേഷം അക്കര ഫൗണ്ടേഷനിൽ ആർട്ട് ട്രെയിനറായിട്ട് ജോലി ചെയ്യുന്നു. ഒരു ജോലിയായിട്ടല്ല, ഒരു സേവനമായിട്ടാണ് ഞാൻ അത് മാനസികമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഈ സർഗ വാസന എന്ന് പറയുന്നത് ജന്മസിദ്ധമായി എല്ലാ കുട്ടികൾക്കും, അത് ഭിന്നശേഷി കുട്ടികളായിട്ടുള്ള കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്ന ഒന്നാണ്. ഭിന്നശേഷി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് യഥാർത്ഥത്തിൽ. അതിലേ കൂടി ആ കുട്ടികൾ സ്വയം മനസ്സിലാക്കുന്നത്, അവരുടെ ഉള്ളിലുള്ള പ്രതിഭകൾ എന്തൊക്കെയാണ് എന്ന് അവർ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷ ഊർജ്ജമാണ് അവരുടെ മറ്റെല്ലാ തെറാപ്പികളും അവരുടെ ഫലവത്താവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പം ഒരുപാട് കുട്ടികളുണ്ട് വരക്കുന്നത്. ഞാനൊരു ആർട്ട് ട്രെയിനർ എന്നുള്ള രീതിയിൽ ഇപ്പൊ എൻ്റെ പിറകിലുള്ള ഈ ചിത്രങ്ങളൊക്കെ ഇവിടെയുള്ള കുട്ടികളെ പരിശീലിച്ച് ആ വർണ്ണങ്ങളിലേക്ക് വന്നതാണ്. അവരുടെ ചുറ്റുപാടുമുള്ള ജീവിക്കുന്ന സമയത്തുള്ള കാണുന്ന കാഴ്ചകളും അതിലുള്ള നിറങ്ങളും അതൊക്കെ ചാലിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മനസ്സിലുള്ള ചിത്രങ്ങൾ ഒരു രൂപപ്പെട്ട് വരുമ്പോൾ, ക്രിയാത്മകമായി അവരുടെ കൈകൊണ്ടും അതിന് രൂപപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് നമ്മൾക്ക് കാണുന്ന ആൾക്കാർക്കും അനുഭവിക്കുന്ന ആ കുട്ടികൾക്കും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് നൽകുന്നത്. അതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അക്കരെ ഫൗണ്ടേഷനിൽ പ്രത്യേകിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കൂടി, ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള പോക്ക് കൂടി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എൻ്റെ മകളുടെ പേര് സാറ ഷഫീർ. അവർ സെർബ്രൽ പാൾസിയാണ്. അക്കരയിൽ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി വന്നതാ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഇവിടെ ആർട്ടിനും ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ എൻ്റെ മകളെയും കൂട്ടിയിട്ട് ജ്യോതി സാറിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പം വരുമ്പോൾ അവൾക്ക് കളറിങ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ അത് ഇങ്ങനെ കൃത്യമായിട്ടൊരു ബോർഡറിൻ്റെ ഉള്ളിൽ കളർ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ സ്വന്തമായിട്ട് കളർ സെലക്ട് ചെയ്യാൻ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പെൻസിൽ കിട്ടിയാൽ ഇങ്ങനെ വരക്കും. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഇവിടെ ജ്യോതി സാറിൻ്റെ ക്ലാസ്സിന് പങ്കെടുത്ത് അങ്ങനെ സാറിന്റെ ട്രെയിനിങ് ലഭിച്ചു തുടങ്ങിയത് മുതലാണ് അവൾ കൃത്യമായിട്ട് ഒരു ബോർഡർ, ഒരു പിക്ചർ കൊടുത്താൽ അത് പുറത്താകാതെ, ലൈനിന്റെ പുറത്താകാതെ കൃത്യമായിട്ട് ഉള്ളിൽ കളേഴ്സ് ചെയ്യാനും, അതുപോലെ തന്നെ കൈകൾ ഇങ്ങനെ ഓരോ മൂവ്മെന്റ്സ് ആ കളറിങ്ങിലൂടെ അവൾ ആ തെറാപ്പി മൂവ്മെന്റ് പോലെ കൈകൾ ഫ്രീ ആയിട്ട് ചലിപ്പിക്കാനും അങ്ങനെയെല്ലാം പഠിച്ചത്. ഞാൻ മുഹമ്മദ് സിയുടെ ഉമ്മയാണ്. മോനിക്ക് CP ആണ്, സെർബ്രൽ പൾസി ആണ്. പക്ഷെ അങ്ങനെ ആയിരുന്നാലും ഇവിടെയുള്ള ഈ ആക്ടിവിറ്റി, അതായത് ഡ്രോയിങ് അവനക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സും പരമാവധി അവന് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ സിദ്ധാർത്ഥന്റെ അമ്മയാണ്. എൻ്റെ മോന് സെറിബ്രൽ പാൾസി CP ആണ്. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് ഇപ്പോൾ സ്വയം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.